ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പിനോടൊപ്പം എന്താ വിശുദ്ധ കുർബാന ഇല്ലാതിരുന്നത് എന്നതിനെക്കുറിച്ച് പലരും ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് കുർബാന അർപ്പിക്കാഞ്ഞത് എന്നതിനെപ്പറ്റി ആരുടെ ഭാഗത്തു നിന്നും ഒരു അഭിപ്രായം പുറത്തു വന്നിട്ടില്ല. അത് മെത്രാന്മാർക്ക് പോലും എറണാകുളം രൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെഞ്ചരിപ്പിനോടൊപ്പം ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാഞ്ഞത്. എന്തുമാകട്ടെ, ആളുകൾക്ക് മനസ്സിന് സങ്കടവും പ്രയാസവും തോന്നുകയാണ്. 150 കോടി കത്തോലിക്കരുള്ള ഈ ലോകത്തിൽ 5 ലക്ഷം വരുന്ന എറണാകുളം രൂപതയിൽ മാത്രമാണ് ഈ പ്രശ്നം ഉള്ളത്. വൈദികർക്കും ബിഷപ്പുമാർക്കും ഒക്കെ പ്രശ്നങ്ങളാണ് ഈ രൂപതയിൽ. എന്നാൽ ദൈവജനത്തിൻ്റെയും വൈദികരുടെയും മെത്രാന്മാരുടെയും ഒക്കെ മുഖ്യമായ ഉത്തരവാദിത്വം എന്താണ് എന്നതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യരെ എല്ലാം ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുക. ഈശോ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ആദ്യം പറഞ്ഞത് മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാണ്. ഈശോ ഈ ലോകത്തു നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് പറഞ്ഞതും ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക എന്നതാണ്. അപ്പോൾ ഒരു അൽമായൻ്റെ മുതൽ മെത്രാൻ്റെ വരെയുള്ള ഹൈറാർക്കിയുടെ ഉത്തരവാദിത്വം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക, ക്രിസ്തുവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ കൃപാസനത്തിൻ്റെ അഖണ്ഡ ജപമാലയിൽ 10 ലക്ഷം പേര് പങ്കെടുത്തു എന്ന് അറിയാൻ കഴിഞ്ഞു. ഒരു വൈദികനെ കൊണ്ട് 10 ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ജപമാല റാലി സംഘടിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള ആത്മീയ മുന്നേറ്റങ്ങളുമാണ് എല്ലാ വൈദികരിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, സഭ ആഗ്രഹിക്കുന്നത്. എളിമയുടെയും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചെറുതാകലിൻ്റെയും പാത സ്വീകരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. നാം വഴിയാണ് ക്രിസ്തു പകരപ്പെടുന്നത്. മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അത് നമുക്കുള്ളതാണ്. പൗരോഹിത്യം അതൊരു തൊഴിലല്ല, അതൊരു വിളിയാണ്. ആ വിളിയോട് വിശ്വസ്തത പുലർത്തുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ പൗരോഹിത്യം അതിൻ്റെ പൂർണ്ണതയിലെത്തൂ. പണ്ടൊക്കെ ഒരു വൈദികൻ പാടത്ത് ചാഴി കയറിയാൽ, ചാഴി വിലക്കിയാൽ പിന്നെ ആ പാടത്ത് ചാഴി കാണില്ല. പണ്ടൊക്കെ ഒരു രോഗിക്ക് ഒരു വൈദികൻ രോഗീലേപനം കൊടുത്താൽ പിറ്റേ ദിവസം മുതൽ ആ രോഗി സൗഖ്യം പ്രാപിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനാണ് വൈദികർ വിളിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും വിലപ്പെട്ടത് അഴുകുമ്പോഴാണ് ഏറ്റവും മോശമാകുന്നത്. വിളിക്ക് അനുസരിച്ച് വിളിയോട് ഉത്തരം കൊടുക്കുക, ഇതായിരിക്കണം
വൈദികരുടെയും അൽമായരുടെയും ഉത്തരവാദിത്വം. ബിഷപ്പുമാരെല്ലാം അവരുടെ രൂപതകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. എന്നാൽ സഭ ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ മെത്രാന്റെയും രൂപതകൾ ഉണ്ടാകൂ എന്ന കാര്യം അവർ മറന്നുപോകുകയാണ്. സഭയിലെ പ്രശ്നങ്ങൾ ഇനിയും നീട്ടിക്കൊണ്ടു പോകാതെ ശാശ്വതമായൊരു പരിഹാരമുണ്ടാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്.